നമസ്കാരം. NainaCreationsൽ ഇന്ന് ടെഡ്ഡി ബിയർ തയ്ക്കണത് എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത്. ഇതിനു മുമ്പ് ഇത് കട്ട് ചെയ്യണ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യണത് എങ്ങനെയാണെന്ന് എല്ലാവരും ഒന്ന് കണ്ടു നോക്കിക്കോളൂ. ഇത് ഫ്രണ്ട് ബോഡിയുടെ 2 പീസാണ്. ഇത് രണ്ടും കൂടി ഇതേപോലെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് ഫറൊക്കെ ഉള്ളിലേക്ക് ആക്കിയതിന് ശേഷം ഈ അറ്റം മുതൽ ഈ പോയിന്റ് വരെ തയ്ച്ചെടുക്കണം. ഇതേപോലെ കട്ടിയുള്ള നൂല് 2 ലൈനായിട്ടാണ് എടുത്തിട്ടുള്ളത്. 2 അഴയിൽ നൂലെടുത്തിട്ട് ബട്ടൺ ഹോൾ സ്റ്റിച്ചാണ് തയ്ച്ചു കൊടുക്കുന്നത്. അപ്പോൾ ബട്ടൺ ഹോൾ സ്റ്റിച്ച് തയ്ക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് കണ്ടോളൂ. ആദ്യം തന്നെ ഇതൊന്ന് കെട്ടിട്ടിട്ട് 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് വിടണം. പിന്നെ ഈ 2 സ്റ്റിച്ചും തമ്മിൽ ഒരു 1/4 ഇഞ്ച് അകലം ഉണ്ടാവണം. 1/4 ഇഞ്ചിലും കൂടി പോരുത് അകലം. അപ്പോൾ ഇത് നമ്മൾ തിരിച്ചിട്ടിട്ട് പഞ്ഞി നിറയ്ക്കുന്ന സമയത്ത് അവിടെ പഞ്ഞി പുറത്തേക്ക് കാണും. ഇങ്ങനെയാണ് ബട്ടൺ ഹോൾ സ്റ്റിച്ച് തയ്ക്കുന്നത്. നമ്മൾ തയ്ക്കുന്ന സമയത്ത് നൂല് തീർന്നു പോയിന്നുണ്ടെങ്കിൽ ഇതേപോലെ സൂചിയിൽ ഒരു 2-3 പ്രാവശ്യം അങ്ങനെ ചുറ്റിയതിന് ശേഷം നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയാണ് കെട്ടിട്ടിട്ട് അവസാനിപ്പിക്കുക. ഇനി വേറെ നൂലെടുത്തിട്ട് തയ്ക്കാം. ചെവി 4 പീസ് വെട്ടിയിട്ടുണ്ടായിരുന്നു. 2 ഷോർട്ട് ഫറും 2 മീഡിയം ഫറും. അതിൽ ഒരു മീഡിയം ഫറും ഒരു ഷോർട്ട് ഫറും തമ്മിൽ ഇതേപോലെ വെച്ചിട്ട് ഫുള്ള് തയ്ച്ചെടുക്കാം. ഒരു ഭാഗം നേരെയുള്ള വശം തയ്ക്കാണ്ട് വിട്ടു കൊടുക്കണം, തിരിച്ചിടാൻ വേണ്ടിയിട്ടാണ്. 2 ചെവി തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ല വശം പുറത്തേക്ക് ആക്കാം. ഈ 2 ചെവിയിലും കുറച്ച് പഞ്ഞി നിറച്ച് കൊടുക്കാം. ഇതേപോലെ പഞ്ഞി കുറച്ചൊന്നെടുത്ത് ലൂസാക്കിയതിന് ശേഷം പിച്ചി ലൂസാക്കിയിട്ട് ഇതിൽ നിറച്ച് കൊടുക്കാം. കുറേ അധികം ഒന്നും നിറയ്ക്കേണ്ട, കുറച്ച് നിറച്ചാൽ മതി. ഇപ്പോൾ പഞ്ഞി നിറച്ചതിന് ശേഷം ഈ അറ്റം ഇതേപോലെ ഒന്ന് തയ്ച്ചു കൊടുക്കണം. അതിന് ശേഷം ഈ ഷോർട്ട് ഫർ വെച്ചിട്ടുള്ള ഭാഗമാണ് മുൻവശത്തേക്ക് വരുന്നത്. അപ്പോൾ അത് ഇതേപോലെ ഒന്ന് നടുഭാഗം ഒന്ന് മടക്കിയിട്ട് ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ വെച്ചിട്ടൊന്ന് ഒരു കെട്ടിട്ട് കൊടുത്താൽ മതി. മുൻഭാഗത്തെ തലയാണത്. അതിൽ ചെവി വെക്കാനുള്ള ഭാഗം മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നല്ല വശം വെച്ചിട്ട് ചെവിയുടെ ഷോർട്ട് ഫറാണ് നമ്മൾ മുൻഭാഗത്തേക്ക് വരേണ്ടത്. ആ ഭാഗവും നല്ല വശം തമ്മിൽ ചേർത്ത് വെച്ചിട്ട് ഈ പോയിൻ്റ് ഇട്ട ഭാഗവും ചെവിയുടെ നടുഭാഗവും കൂടെ ചേർത്ത് വെച്ചിട്ട് ഒരു കെട്ടിട്ട് കൊടുക്കാം. അതിന് ശേഷം ഇത് തല രണ്ടും കൂടി നമുക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ തലയുടെ പുറകു ഭാഗത്ത് ഇതേപോലെ ഒരു കട്ടുണ്ട്. അത് രണ്ടും കൂടി ഇതേപോലെ ചേർത്ത് വെച്ചിട്ട് ഒന്ന് തയ്ച്ചു കൊടുക്കാം. ഇത് ബാക്ക് ഹെഡും ഫ്രണ്ട് ഹെഡും കൂടിയിട്ട് ജോയിൻ ചെയ്യാണ്. 2 അറ്റത്തും കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി റൗണ്ടായിട്ട് തയ്ച്ചെടുക്കണം. അപ്പോൾ എല്ലാ പോയിൻറ്റും മാച്ച് ചെയ്യണ രീതിയിൽ വേണം തയ്ക്കാൻ. ഇത് ബാക്ക് ബോഡിയുടെ ഒരു സൈഡാണ്. ഇത് ഫ്രണ്ട് ലെഗിൻ്റെ സൈഡാണ്. ഇത് രണ്ടും കൂടി ഇതേപോലെ മാച്ച് ചെയ്യണ രീതിയിൽ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് തയ്ച്ചെടുക്കാം. അതിനുശേഷം ഇത് ബാക്ക് ബോഡിയുടെയും ഫ്രണ്ട് ബോഡിയുടെയും സൈഡുകൾ തമ്മിൽ ഇതേപോലെ നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് തയ്ച്ചെടുക്കണം. അപ്പോൾ ഇതേപോലെ പോയിൻ്റ് തമ്മിൽ മാച്ച് ചെയ്യുന്ന രീതിയിൽ വെച്ചിട്ട് തയ്ച്ചെടുക്കാം. ഇനി ഫ്രണ്ട് ആമിൻ്റെ ഒരു പീസും ബാക്ക് ആമിൻ്റെ ഒരു പീസും ഇതുപോലെ നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന ഭാഗം നേരെയുള്ള വശം ഇട്ടിട്ട് ബാക്കി ഭാഗം തയ്ച്ചെടുക്കാം. ഇനി ഫ്രണ്ട് ബോഡിയുടെ ഈ ഭാഗവും ഫ്രണ്ട് ലെഗിൻ്റെ സൈഡും കൂടിയിട്ട് ജോയിൻ ചെയ്യാം. തലയുടെ മുൻവശത്ത് നമുക്ക് മുഖം പിടിപ്പിക്കണം. അതിന് ഇതേപോലെ നടുഭാഗം 2 അറ്റും ഇതേപോലെ കെട്ടിട്ട് കൊടുക്കാം. അതിന് ശേഷം അത് മുഴുവനായിട്ട് തയ്ച്ചെടുക്കാം. ഈ തലഭാഗത്ത് മുഖം യോജിപ്പിച്ചതിന് ശേഷം ഈ പോയിന്റുകൾ തമ്മിൽ മാച്ച് ചെയ്ത് വെച്ചിട്ട് ഈ ഗ്യാപ്പ് ഫുള്ളായിട്ട് തയ്ച്ചു കൊടുക്കാം. ഇപ്പോൾ ബാക്ക് ബോഡി രണ്ടും തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ കുറച്ച് ഗ്യാപ്പ് ഇടണം. അത് നമുക്ക് നല്ല വശം തിരിച്ചെടുക്കാനും പിന്നെ പഞ്ഞി നിറയ്ക്കാനും വേണ്ടിയിട്ടാണ് അങ്ങനെ ഗ്യാപ്പ് ഇടുന്നത്. ഇത് ബാക്ക് ബോഡിയുടെ ഈ വശവും ഇതേപോലെ തന്നെ ഒരു ഷേപ്പ് ഫ്രണ്ട് ലെഗിലുണ്ട്. അത് രണ്ടും തമ്മിൽ മാച്ച് ചെയ്യണ രീതിയിൽ ഇതേപോലെ വെച്ചിട്ട് രണ്ട് വശങ്ങളും തമ്മിൽ ചേർത്ത് വെച്ചിട്ട്
നല്ല വശങ്ങൾ നമ്മൾ ചേർത്ത് വെച്ചിട്ട് ജോയിൻ ചെയ്യാം. ഇതാണ് ടെഡിയുടെ കാല്. ഇനി ഫുട് പാഡും കാലും തമ്മിൽ ജോയിൻ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഫുട് പാഡ് ഇതേപോലെ മടക്കിയിട്ട് നടുഭാഗം മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ മാർക്ക് ചെയ്ത ഭാഗവും ഈ തയ്ച്ച വശവും തമ്മിൽ മാച്ച് ചെയ്യണ രീതിയിൽ തയ്ക്കാം. ഇനി ബോഡിയും കയ്യും തമ്മിൽ ജോയിൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇതേപോലെ പോയിൻ്റ് ഓന്ന് എഴുതിയിട്ടുള്ള ഭാഗവും ഈ പോയിൻറ്റും തമ്മിൽ ഇതേപോലെ ചേർത്ത് വയ്ക്കുക. ബാക്ക് ബോഡിയും ബാക്ക് ആമിൻ്റെ പീസും ഇതേപോലെ നല്ല വശം വെച്ച് ജോയിൻ ചെയ്യുക. അതേപോലെ ഫ്രണ്ട് ആമും ഫ്രണ്ട് ബോഡിയും തമ്മിൽ ജോയിൻ ചെയ്തെടുക്കാം. ഈ മുഖത്തിൻ്റെ ഏറ്റവും അറ്റത്ത് നമുക്ക് ഇതേപോലെ മൂക്ക്, പ്ലാസ്റ്റിക്കിൻ്റെ മൂക്ക് ഇതേപോലെ വെച്ചിട്ട് അതിൻ്റെ വാഷർ വെച്ച് അമർത്തിയിട്ട് ഗമ്മ് തയ്ച്ചു കൊടുക്കാം. ഇനി അതൊന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഗമ്മ് തേച്ചിട്ട് വാഷർ പ്രസ് ചെയ്ത് കൊടുത്താലും മതി. ഇനി കണ്ണും കൂടെ വെച്ച് കൊടുക്കണം. ഈ കണ്ണും കൂടി ഒന്ന് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. കത്രിക കൊണ്ട് ഇതേപോലെ ഒന്ന് ഹോളാക്കിയതിന് ശേഷം കണ്ണ് ഇതേപോലെ വെച്ച് കൊടുക്കാം. അതിന് ശേഷം കുറച്ച് ഗം തേച്ചിട്ട് അതിൻ്റെ മുകളിൽ വാഷർ വെച്ചിട്ട് നന്നായിട്ട് അമർത്തി കൊടുക്കാം. ഇനി എല്ലാം തയ്ച്ചു കഴിഞ്ഞു. ഇനി ബോഡിയും ഹെഡും തമ്മിൽ ജോയിൻ ചെയ്യാണ്. അപ്പോൾ മുൻഭാഗത്തെ ബോഡി, മുൻഭാഗത്തെ തലഭാഗവും തമ്മിൽ ഇതേപോലെ ചേർത്ത് വെച്ചിട്ട് പോയിൻ്റൊക്കെ ശരിയാണോ നോക്കിയതിന് ശേഷം ഫുള്ളായിട്ട് റൗണ്ട് ചെയ്ത് തയ്ച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഫ്രണ്ട് ബോഡി തമ്മിൽ ജോയിൻ ചെയ്തപ്പോൾ വന്നിട്ടുള്ള ആ തയ്യലും ഈ മുഖം തയ്ച്ചതിന് ശേഷം വന്നിട്ടുള്ള ഈ നടുഭാഗത്തെ ഈ തയ്യലും തമ്മിൽ മാച്ച് ചെയ്ത് വയ്ക്കുക. പിന്നെ തലയുടെ രണ്ട് സൈഡിലുള്ള ആ ജോയിൻറ്റുകൾ കയ്യിൻ്റെ ഭാഗത്തെ ജോയിൻ്റായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ വെക്കണം. പിന്നെ ബാക്ക് ഹെഡിൽ നമ്മൾ ഒരു ഡാർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ തയ്യലും ബാക്ക് ബോഡിയും തമ്മിൽ ജോയിൻ ചെയ്തിട്ടുള്ള തയ്യലും തമ്മിൽ മാച്ച് ചെയ്ത് വെച്ചിട്ട് കെട്ടിട്ടതിന് ശേഷം നമുക്ക് ഇതേപോലെ ഫുള്ളായിട്ട് തയ്ച്ചെടുക്കാം. അതേപോലെ പോയിൻറ്റുകൾ നമ്മൾ കെട്ടിട്ട് വെച്ച് കഴിഞ്ഞാൽ തയ്ക്കുന്ന സമയത്ത് എളുപ്പത്തിൽ തയ്ച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇത് ടെഡി ബെയറിൻ്റെ ഫുള്ളായിട്ട് തയ്യൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ ഗ്യാപ്പിൽ കൂടെ തിരിച്ചിടാം. അപ്പോൾ ഇത് നല്ല വശം പുറത്തേക്ക് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് പഞ്ഞി നിറയ്ക്കണം. ഇനി പഞ്ഞി നിറയ്ക്കലാണ്. അതിന് വേണ്ടിയിട്ട് ഈ പഞ്ഞി ഇതേപോലെ ഒന്ന് അലർത്തിയതിന് ശേഷം വേണം നിറച്ച് കൊടുക്കാൻ. ആദ്യം തന്നെ അറ്റത്തേക്ക് വരുന്ന ഭാഗങ്ങൾ, മൂക്ക്, മുഖം, അതുപോലെ കയ്യിൻ്റെ അറ്റം, കാലിൻ്റെ അറ്റം, അവിടെയൊക്കെ നമ്മൾ നിറച്ച് കൊടുക്കണം. അതിന് ശേഷം തല നിറയ്ക്കണം. അതിന് ശേഷമാണ് ബോഡിയിൽ നിറച്ച് കൊടുക്കുന്നത്. ആദ്യം തന്നെ ബോഡി നിറച്ച് കഴിഞ്ഞാൽ നമുക്ക് മുഖത്തിൻ്റെ ഷേപ്പിലേക്കൊന്നും ഇതേപോലെ നിറച്ച് കൊടുക്കാൻ പറ്റില്ല. അതാണ് ആദ്യം തന്നെ മുഖവും കയ്യും കാലും അറ്റം വരുന്ന ഭാഗങ്ങളൊക്കെ നിറച്ച് കൊടുക്കണം എന്ന് പറയുന്നത്. ഇപ്പോൾ പഞ്ഞി നിറയ്ക്കൽ കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഗ്യാപ്പ് തയ്ച്ചു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തയ്ക്കുന്ന സമയത്ത് ഇത് ലാഡർ സ്റ്റിച്ചാണ് തയ്ക്കുന്നത്. അപ്പോൾ ഒരു ഭാഗത്തുനിന്ന് ഇതേപോലെ തയ്ച്ചു കഴിഞ്ഞാൽ ഒരു സ്റ്റിച്ച് തയ്ക്കുക. അപ്പോൾ ഈ കട്ട് ചെയ്ത ഭാഗത്തുനിന്ന് ഒരു 4 ഇഞ്ച് ഉള്ളിലേക്ക് നീക്കിയിട്ട് വേണം തയ്ക്കാൻ. ഒരു സൈഡ് ഇതേപോലെ തയ്ച്ചു. അതിന് ശേഷം അപ്പുറത്തെ സൈഡിൽ നിന്ന് ഒരു സ്റ്റിച്ച്, ഇതേപോലെ 2 ഭാഗത്തുനിന്ന് മാറി മാറി ഇതേപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതൊന്ന് ടൈറ്റ് ചെയ്താൽ മതി. ഇത് ജോയിൻ്റ് ആയിക്കോളും. അപ്പോൾ ഇതേപോലെ തയ്ച്ചു കഴിഞ്ഞാൽ ഈ തയ്യൽ ഒട്ടും പുറത്ത് കാണില്ല. ഇതിവിടെ തയ്ച്ചിട്ടുണ്ടെന്ന് തന്നെ അറിയാൻ പറ്റില്ല. അതേപോലെ ആയിരിക്കും ഫിനിഷിങ് വരുന്നത്. ഇത് ഫുള്ളായിട്ട് തയ്ച്ചെടുക്കാം.
കാല് രണ്ടും ഒന്ന് കുറച്ച് അകന്നിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിനെ ഒന്ന് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ബോഡിയുടെ ഭാഗത്തുനിന്ന് കാലിൻ്റെ ഭാഗത്ത് കൂടെ ഇതേപോലെ ഒന്ന് തയ്ച്ചിട്ട് നന്നായിട്ടൊന്ന് മുറുക്കി കെട്ടിക്കൊടുക്കാം. അപ്പോൾ നല്ല ഷേപ്പ് ഉണ്ടാവും. രണ്ട് കയ്യിൻ്റെയും ഭാഗങ്ങൾ ഇതേപോലെ തന്നെ ഒന്ന് തയ്ച്ചു കൊടുക്കാം. ആദ്യം ബോഡിയിൽ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. അതിന് ശേഷം ഈ ഭാഗം കയ്യിൻ്റെ ഭാഗത്തുനിന്ന് എടുത്തിട്ട് രണ്ടും കൂടി നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ കയ്യും അടുത്ത് കിട്ടും. ഈ ടെഡിയുടെ വായ ഭാഗമാണ് നമ്മൾ തയ്ച്ചു കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് കമ്പിളി നൂല് 2 ഇഴയിലെടുത്തിട്ട് കറുപ്പ് കളർ നൂല് വെച്ചിട്ടാണ് തയ്ക്കുന്നത്. അപ്പോൾ അതും കൂടി തയ്ച്ചാൽ ടെഡി ബെയറിൻ്റെ തയ്യൽ മുഴുവനായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ വായഭാഗം തയ്ച്ചു കഴിഞ്ഞു. ഇനി ഈ നൂല് നമ്മൾ കഴുത്തിൻ്റെ ഭാഗത്തേക്ക് എടുത്തിട്ട് ആ ജോയിൻറ്റിൽ കെട്ടിട്ടിട്ട് അവസാനിപ്പിക്കാം. ടെഡി എല്ലാവർക്കും ഇഷ്ടമായില്ലേ? ഇനി അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. എൻ്റെ ഈ ചാനൽ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.